ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാം കൂടെ ഒരു ചെറിയൊരു ഔട്ടിങ്ങിന് പോകുന്ന വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് പിള്ളേർക്കെല്ലാം കൂടെ പെട്ടെന്ന് ഒരു അവധി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ വെറുതെ ഇരിക്കേണ്ട, പുറത്തു പോയി ഒന്ന് കറങ്ങാമെന്ന് തീരുമാനിച്ചു. പക്ഷെ നമ്മൾ ആദ്യം പോകുന്നത് മുത്തൂറ്റ് ഹോസ്പിറ്റലിലേക്കായിരുന്നു. എനിക്ക് ചെറിയൊരു ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഡോക്ടർ ഇ.എൻ.ടി.യെ ഒന്ന് കൺസൾട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇ.എൻ.ടി.യൊക്കെ കൺസൾട്ട് ചെയ്ത് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇനി അടുത്ത് പോകാനായിട്ട് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് തന്നെ ഏകദേശം 2 മണിയോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അടൂരുള്ള ഫിൽഫിലിൽ കയറിയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ മെനു എടുത്ത് ക്ഷമളേച്ചി എന്തൊക്കെയോ കാര്യമായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും വിശന്ന് തളർന്ന ഒരു അവസ്ഥയിലായിരുന്നു. സിട്ടു അപ്പൊ ഞങ്ങൾ എന്താ സിട്ടു പറഞ്ഞാൽ ഞങ്ങളപ്പോൾ ഒരു ഫുൾ മന്തി പറഞ്ഞു. പിന്നെ ഫുൾ മന്തി എണ്ണസംഖ്യ കൂടുതലായിട്ട് ഫുൾ മന്തി തികയത്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരു ഹാഫ് മന്തി കൂടെ തന്നു. അപ്പോൾ ഞങ്ങളുടെ ബാർബിക്യൂ മന്തി വെയിറ്റിങ്ങിലിരിക്കുകയാണ്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ മന്തി എത്തിയിരിക്കുകയാണ്. മന്തി വന്നത് മാത്രമേ ഞങ്ങൾക്കൊക്കെ ഓർമ്മയുള്ളൂ. എത്ര പെട്ടെന്നാണ് അത് തീർന്നതെന്ന് പറയാൻ വാക്കുകളില്ല. അത്ര പെട്ടെന്നാണ് എല്ലാവരുടെയും പ്ലേറ്റ് കാലി. ഉള്ളിലേക്ക് കയറിയപ്പോൾ വിശന്നിട്ട് തല കറങ്ങുമായിരുന്നു. ഇപ്പോൾ വയറ് നിറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ഷീണം. അപ്പോൾ പാർക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വണ്ടി കൂടുതലൊരു സ്ഥലത്താണ് പാർക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്തെടുത്ത് എടുക്കാനായിട്ട് പോവാം. നല്ല വെയിലുണ്ട്. മഴയാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ പുറത്തിറങ്ങാത്ത വെയിൽ മാത്രമേ ഉള്ളൂ. അല്ലേ ഹർഷ? യെസ്. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് അടുത്തത് പോകുന്നത് ഇനി പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തായിട്ട് പോകുന്നത് സ്റ്റുഡിയോയിലോട്ടാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മാക്സ് ഉള്ളത് കൊണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചായിരുന്നു മാക്സിൽ നിന്നായിരിക്കും ഡ്രസ്സ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഞാൻ കാര്യമായിട്ട് ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും വാങ്ങി. ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു അമ്മയുണ്ടായിരുന്നു പപ്പടം വിൽക്കാനായിട്ട്. ഷൈമോൾ വെച്ച് പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് പപ്പടമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അടുത്തായിട്ട് പോകുന്നത് മാക്സിലോട്ടാണ്. മാക്സിൽ ചെന്നപ്പോൾ അവിടെ എന്തൊക്കെയോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. വസുവും ദേവൂട്ടിയും കൂടെ അവിടെ എന്തോ ഇടി മത്സരമൊക്കെ ആയിരുന്നു. വസു ദേവൂട്ടിൻ്റെ കയ്യിൽ നിന്ന് അടി എരന്ന് വാങ്ങുന്ന പോലെ എനിക്ക് കണ്ടിട്ട് തോന്നിയത്. എത്ര ഇടി കിട്ടിയിട്ടും അവൻ അതൊന്നും ഒരു വിഷയമില്ലാത്ത രീതിയിൽ അവൻ വീണ്ടും വീണ്ടും ഇടികൾ കൊണ്ടുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. ഈശ്വര ഒരാപത്തും വരുത്തല്ലേ. അങ്ങനെ മാക്സിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്തത് ഞങ്ങൾ പോകുന്നത് ഇന്ന് ശരിക്കും ഞങ്ങൾ അടൂർ വരാൻ തന്നെ ഈ ഒരു പ്ലേസിൽ പോകാനായിട്ടാണ്. അപ്പോൾ അത് വേറെ എവിടെയല്ല, അടൂരുള്ള ഫ്രൂട്ട് ബേയിലാണ്. വീണ്ടും ഞങ്ങളുടെ ഷൈമോളേച്ചി മെനു ഒക്കെ നോക്കി പഠിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ ഫസ്റ്റ് ടൈം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊന്നും അറിയത്തില്ല എന്തൊക്കെ ഓർഡർ ചെയ്യണമെന്ന് പോലും. പിന്നെ റീൽസിൽ കണ്ട ഐറ്റം ഒക്കെ വെച്ചിട്ടാണ് ആ ഓർഡർ ചെയ്തത്. പിന്നെ ഈ ഒരു ജ്യൂസ് വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. എത്ര പെട്ടെന്ന് അത് കാലിയായെന്ന് അറിയത്തില്ല. പിന്നെ ഈ 2 സാധനങ്ങൾ വന്നു. അത് ഈ പറഞ്ഞ പോലെ റീൽസിലൊക്കെ വീഡിയോ എടുക്കുന്ന പോലെ ഞങ്ങൾ വീഡിയോ എടുക്കാനൊക്കെ ട്രൈ ചെയ്തു. ആർച്ചയുടെ വീഡിയോ ഒക്കെ സെറ്റായിട്ട് കിട്ടി. പക്ഷേ എൻ്റെ വീഡിയോയ്ക്കകത്ത് മാത്രം ആ കാര്യം അങ്ങോട്ട് സെറ്റായിട്ടില്ല. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.